യൂറോപ്യൻ വിപണികളെ ഞെട്ടിച്ചുകൊണ്ട് യൂറോ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു. യുദ്ധത്തെ തുടർന്ന് കുതിച്ചുയരുന്ന ജീവിത ചെലവും ആഗോള പ്രതിസന്ധികളും കാരണം മെയ് മാസത്തിലെ യൂറോപ്പിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ 2.5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഉപഭോക്താക്കളുടെ ക്രയശേഷി ഇടിഞ്ഞതോടെ സേവന നിർമ്മാണ മേഖലകളിലെ ആവശ്യകത ഗണ്യമായി കുറഞ്ഞതായും കമ്പനികൾ വലിയ തോതിൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങിയതായും വ്യാഴാഴ്ച പുറത്തുവന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക വളർച്ചയുടെ പ്രധാന സൂചകമായ S&P ഗ്ലോബൽ ഫ്ലാഷ് യൂറോസോൺ കോമ്പോസിറ്റ് പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക ഇടിഞ്ഞു. ഏപ്രിലിൽ ഇത് 48.8 ആയി. സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ ഇടിവ് യൂറോപ്യൻ സ്വകാര്യ മേഖലയെ തുടർച്ചയായ 2ാം മാസവും സങ്കോചത്തിന്റെ പാതയിലാണെന്ന് അടിവരയിടുന്നു. സൂചിക 50-ന് താഴെയെത്തുന്നത് കടുത്ത സാമ്പത്തിക മന്ദഗതിയുടെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനിയിലും ഫ്രാൻസിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. ജർമ്മനിയിലെ സ്വകാര്യ മേഖല തുടർച്ചയായ 2ാം മാസവും ചുരുങ്ങിപ്പോയപ്പോൾ ഫ്രാൻസിലെ PMI 5.5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. സാമ്പത്തിക മാന്ദ്യം യൂറോപ്പിലെ തൊഴിൽ വിപണിയെയും ഉലച്ചിരിക്കുകയാണ്. തുടർച്ചയായ 5ാം മാസവും കമ്പനികൾ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. കോവിഡ് കാലഘട്ടം മാറ്റി നിർത്തിയാൽ 2013-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിൽ നഷ്ട നിരക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. IT, ബാങ്കിംഗ്, ഉൽപാദന മേഖലകൾക്ക് പുറമെ സ്ഥിരതയാർന്ന വളർച്ച പ്രകടിപ്പിച്ചിരുന്ന സേവന മേഖലയിലും 2021-ന് ശേഷം ആദ്യമായി ജീവനക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.